പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി മുത്തശ്ശിക്ക് സുമിത്രേനെ പരിചയപ്പെടുത്തി കൊടുത്ത് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത്തിനോടും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇതാണ് നിൻ്റെ മുത്തശ്ശീനെ പുതിയതായിട്ട് നോക്കാൻ വന്നിട്ടുള്ള ഹോം നേഴ്സ്, വേണമെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുമെന്ന് പറയും. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഇന്നലെ എവിടെയായിരുന്നു എന്ന്. അപ്പോൾ കൊല്ലപ്പള്ളിയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നീട് രോഹിത് ഞാനൊന്ന് പുറത്തേക്ക് പോകാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് സുമിത്രേനെയും കൊണ്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്കാട്ടോ വൈജയന്തി ചെല്ലുന്നത്. ഡോറിന് തൊട്ടുമ്പോൾ ബാലേന്ദ്രൻ കയറി വരാനായിട്ട് പറയും. അങ്ങനെ വൈജയന്തി സുമിത്രേനെയും കൊണ്ടാണ് റൂമിലേക്ക് കയറി നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതാണ് ഇവിടുത്തെ അമ്മേനെ നോക്കാൻ വന്നിട്ടുള്ള പുതിയ ഹോം നേഴ്സ് എന്ന് പറയൂട്ടോ. ഓ ആണോ എന്ന് ചോദിക്കൂട്ടോ. ഇവളാരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ഇവളെ സെലക്ട് ചെയ്ത് ഏജൻസിയിൽ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ ആരോട് ചോദിച്ചിട്ട് എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ അലീനേനെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അതെ, മനുവിനോട് ചോദിച്ചിട്ട് തന്നെയാണ്. മനുവിനെ പറഞ്ഞേൽപ്പിച്ചത് നിൻ്റെ അച്ഛൻ കുഞ്ഞിരാമൻ മേനോനാണ് എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണമെങ്കിലും സുമിത്രേനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനാണെങ്കിൽ ഒരു പുച്ഛഭാവത്തിൽ അങ്ങ് മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രന് ഫോണിൽ ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ താഴേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജയന്തിയും സുമിത്രയും താഴേക്ക് അങ്ങ് പോകട്ടോ. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിലും ആ സ്റ്റെപ്പൊക്കെ ഒന്നങ്ങ് കയറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, ഓ സ്റ്റെപ്പ് കയറി ഇറങ്ങി എനിക്ക് ഇങ്ങനെ വിശക്കാൻ തുടങ്ങി, എന്തെങ്കിലും കഴിക്കാൻ താ എന്ന് പറയും കേട്ടോ. അപ്പോൾ കഴിക്കാൻ തരാമെന്ന് പറഞ്ഞ് വൈജയന്തി ആണെങ്കിലും സുമിത്രേനെ വിളിച്ചു കൊണ്ട് അങ്ങ് കിച്ചൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്കും അവിടുന്ന് കൈയൊക്കെ കഴുകിയിട്ട് സുമിത്ര ആ ഡൈനിങ് ടേബിളിൽ അവിടെ തന്നെ ചെയറിലങ്ങ് കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാന്ന് പറയുമ്പോൾ വേണ്ടെന്നേ, ചില ഇങ്ങനെ വീട്ടുകാർക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്ന് പറയും കേട്ടോ. പക്ഷേ ഞാനിവിടെ ഇരുന്നേ ഭക്ഷണം കഴിക്കുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് കയറിയിരിക്കും കേട്ടോ. ചിലർക്ക് ഇങ്ങനെ അവരെ കൊച്ചമ്മ മേഡം എന്നൊക്കെ വിളിക്കണം. അപ്പോൾ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, ഞാൻ ചേച്ചി എന്നൊക്കെ വിളിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ അലീനയാണെങ്കിൽ അപ്പോഴേക്കും അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലീന ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഞാൻ ഇവിടെ അങ്ങനെ ഇരുത്താറൊന്നുമില്ല, സുമിത്ര ഇവിടെ ഇരുന്നോ എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ അലീനയോട് ഭക്ഷണം എടുക്കാനായിട്ട് പറയാണ്, അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കുമെന്ന് പറയും. അപ്പോഴേക്കും ആന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് അതെടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുമിത്രയാണെങ്കിലും വൈജയന്തിനോട് ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശമ്പളം 20,000 രൂപയാണ്, 15,000 അവിടെ അഡ്വാൻസ് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടാണല്ലോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അലീന ഭക്ഷണമൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സുമിത്രനെ അതെല്ലാം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പുട്ടും പഴവും അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഒന്നും കാണാത്ത പോലെ ഒരു ആക്രാന്തം പിടിച്ചൊരു കഴിപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നീട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഇങ്ങനെ കോഫിയാണോ അതോ ചായയാണോ എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ ചേച്ചിന്ന് വിളിക്കാൻ നാണുണ്ടോ, എനിക്ക് നിന്നേക്കാൾ 1-2 വയസ്സ് കൂടുതൽ കാണുള്ളൂ, അതുകൊണ്ട് നീ എന്നെ ചേച്ചിന്നൊന്നും വിളിക്കേണ്ട, പേര് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ സോറി അറിഞ്ഞ് അലീന അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ സുമിത്ര കഴിക്കുന്നത് കണ്ടിട്ട് തന്നെ വൈജയന്തിക്ക് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് തന്നെ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അലീനയ്ക്കാണെങ്കിലും ഇതെല്ലാം കണ്ട് ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് മുകളിൽ നിന്ന് ബാലേന്ദ്രനാണെങ്കിലും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നേ. അത് മാത്രമല്ല പിന്നീട് സുമിത്ര പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഹോം നേഴ്സിൻ്റെ ജോലി മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, അടുക്കള ജോലിയൊന്നും ചെയ്യില്ല, ചില വീട്ടുകാർക്ക് ഹോം നേഴ്സായി ചെന്നാലും വീട്ടു ജോലിയൊക്കെ ചെയ്യണം, അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തിനോട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സുമിത്ര ബാലേന്ദ്രനെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട ഇരുന്ന് കഴിച്ചോ, ആദ്യമായിട്ട് വരില്ലേ, നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ, അവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് അറിയും. അപ്പോൾ സുമിത്ര പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ താഴേക്ക് വന്നപ്പോൾ തന്നെ അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, സാറിന് എന്തെങ്കിലും വേണമെങ്കിൽ കോളിംഗ് ബെല്ല് അടിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് കൊണ്ടു തരുമായിരുന്നല്ലോ എന്ന് പറയൂ കേട്ടോ. പിന്നീട് അവിടെ സുമിത്രയുടെ ബാഗ് കാണുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ ഇതാരുടെ ബാഗാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ സുമിത്ര പറയുന്നുണ്ടായിരുന്നു, അതെൻ്റെ ബാഗാണ് എന്ന് പറയും. എന്നിട്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ സുമിത്ര പറയുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സുമിത്ര ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ടോ, കഴുകാനൊന്നും എടുക്കുന്നില്ല, കൈ കഴുകാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ അലീനയോട് അത് എടുത്ത് കൊണ്ടുപോയി കഴുകി വെക്കാൻ പറയും. അപ്പോൾ അലീന അത് എടുക്കാനായിട്ട് വരുമ്പോൾ ബാലേന്ദ്രൻ അതെടുക്കണ്ട, അത് അവിടെ വയ്ക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ സുമിത്രയോട് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ, ഇത് സുമിത്ര കഴിച്ച പ്ലേറ്റ് അല്ലേ, അതുകൊണ്ട് അതെടുത്ത് കൊണ്ട് കഴുകി വെക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ കഴിച്ച പ്ലേറ്റാണ്, ഞാൻ തന്നെ കഴുകി വെച്ചോളാം എന്ന് പറയും. എന്നിട്ട് അലീനയോട് എവിടെ കൊണ്ട് വയ്ക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് അലീന അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ കഴുകി വരുന്ന സമയത്ത് ബാലേന്ദ്രൻ സുമിത്രയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സുമിത്രയുടെ ശമ്പളം എത്രയാണെന്ന് ചോദിക്കട്ടെ. അപ്പോൾ 20,000 രൂപയാണെന്ന് പറയും. അത് കഴിഞ്ഞ് ചോദിക്കുകയാണ് മാസത്തിൽ എത്ര ലീവ് വേണമെന്ന്. അപ്പോൾ 4 ലീവ് വേണമെന്ന് അറിയട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടുത്തെ അടുക്കള ജോലിയൊക്കെ ചെയ്യുമോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അടുക്കള ജോലിയൊന്നും ഞാൻ ചെയ്യില്ല, അത് ഹോം നേഴ്സിൻ്റെ ജോലിയല്ല എന്ന് സുമിത്ര പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മുറ്റം തൂക്കുമോ അതുപോലെ വീട് ഇങ്ങനെ തൂക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊന്നും സുമിത്ര ചെയ്യില്ല. പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമോ അതുപോലെ തന്നെ അയൺ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും സുമിത്ര ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മക്കളെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ
സ്നേഹിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സുമിത്ര വൈജയന്തിനോട് ചോദിക്കുക, ഇതെന്താ മേഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചിട്ടല്ലേ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഈ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അലീന എന്ന് പറഞ്ഞ്, അവൾക്ക് 15,000 രൂപയാണ് ഒരു മാസം ശമ്പളം. പിന്നെ അവളാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യും, ഹോം നേഴ്സിൻ്റെ ജോലി കൂടാതെ അടുക്കള പണി ചെയ്യും, അതുപോലെ തന്നെ വീട് ഇങ്ങനെ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യും, അതുപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യും, അത് അയൺ ചെയ്ത് എല്ലാവരുടെ റൂമിലെത്തിക്കും, ഇത്തരം ജോലികളെല്ലാം ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല എൻ്റെ മക്കളെ അവൾ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കുകയും ചെയ്യും എന്ന് പറയും കേട്ടോ. അപ്പോൾ സുമിത്രയാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ തടിക്ക് കൈ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് അലീനയുടെ സേവനം ആവശ്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത് ഇങ്ങനെ നിന്ന് പരിങ്ങാണ് കേട്ടോ. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് തിരിച്ച് വന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മുതൽ നിന്റെ സേവനം ആവശ്യമില്ലാത്തവർക്ക് നീ ഇങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ, ഫുഡ് പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിന്റെ സേവനം ആവശ്യമില്ലാത്തവർക്ക് ഇനി നീ തിരിച്ച് അങ്ങോട്ടും ചെയ്ത് കൊടുക്കണ്ട, അതും നീ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ചെന്ന് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, അലീനയുടെ സേവനം ആവശ്യമുണ്ടോയെന്ന്. അപ്പോൾ രോഹിത് ഉണ്ടെന്ന് പറയും കേട്ടോ. പിന്നീട് ബബിതയോട് ചോദിക്കും. അപ്പോൾ ബബിത ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിയുടെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത്. വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോയെന്ന്. അപ്പോൾ വൈജയന്തി ഇല്ല എന്ന് തന്നെയാട്ടോ പറയുന്നത്. എന്നിട്ട് അലീനയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ഇന്ന് മുതൽ നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം വൈജയന്തിക്ക് കൊടുത്തു പോകരുത് എന്ന് പറയും കേട്ടോ. ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കരുത് എന്നാണ് ബാലേന്ദ്രൻ്റെ ഓർഡർ, അതങ്ങ് അനുസരിച്ചോണം എന്ന് അലീനയോട് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊക്കെ അറിയാം എന്ന് പറയൂ കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കും കൃഷ്ണമോൾക്കും അമ്മയ്ക്കും അലീനയുടെ സേവനം ആവശ്യമാണെന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് അമ്മയാണ് പറയേണ്ടതെന്ന് പറയും. അപ്പോൾ അമ്മേനോടും ചോദിക്കാം, അമ്മയ്ക്ക് ഇങ്ങനെ അലീനയുടെ സേവനം ആവശ്യമില്ല എന്നാണെങ്കിൽ നീ ഇങ്ങനെ സുമിത്രേനെ അവിടെ അമ്മേനെ നോക്കാനായിട്ട് നിർത്തിക്കുക, പക്ഷേ അത് ഇവിടെ പറ്റില്ല, കൊല്ലപ്പള്ളിയിൽ ഇങ്ങനെ സുമിത്രേനെയും അമ്മേനെയും കൂടെ അവിടെ കൊണ്ടാക്കിയാൽ മതി എന്ന് പറയട്ടോ, നീ കാറ് ഇങ്ങനെ റെഡിയാക്കിയിട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മേനോടും കൂടി ചോദിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ വീട്ടിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു അവകാശങ്ങളും ഇല്ല, ഇതുവരെ ഉണ്ടായിരുന്ന അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ സുമിത്രയാണെങ്കിലും എന്തിനാ പിന്നെ വെറുതെ എന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാശുണ്ടെന്ന് വെച്ചിട്ട് എന്നെ ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കാനേ എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് ബാഗ് എടുത്തുകൊണ്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാണ് വൈജയന്തിനോട് ബാലേന്ദ്രൻ പറയുന്നത്, ബാലചന്ദ്രനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം, ഇത് പഴയ ബാലചന്ദ്രനല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നല്ല ദേഷ്യത്തിലാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ മക്കളാണെങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങ് വഴി മാറി കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ആ സ്റ്റെയറിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് മാറി കൊടുക്കും കേട്ടോ. ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോകും. അലീനയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുകയാണ് കേട്ടോ. മക്കൾ രണ്ടുപേരും അവിടെ തന്നെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ആട്ടെ കയറി പോകുന്നത്. എന്നിട്ട് ചെന്നിട്ട് ബാലേന്ദ്രനോട് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. അത് ഇങ്ങനെ ഞാൻ വിളിച്ചവർ വരുമ്പോൾ പറഞ്ഞോളാം എന്നാണ് ബാലചന്ദ്രൻ്റെ മറുപടി. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാമെന്ന് പറയട്ടെ. അപ്പോൾ വേണ്ടാന്നുള്ള മറുപടിയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ. അപ്പോൾ വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കുകയാണ് വൈജയന്തി, ഞാൻ ചെയ്തു തന്നാൽ എന്താ കുഴപ്പം, അതങ്ങ് പറയുമെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ കൊല്ലപ്പള്ളിയിൽ പോയി ശിവേട്ടൻ്റെ പറമ്പെന്ന് ഒരു വാഴക്കൊല ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കെട്ടി തൂക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാണോ അലീന വന്നാലും അങ്ങനെ പറയാനിരുന്ന മറുപടി എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ ഓരോരുത്തരുടെ ബുദ്ധിക്കും ഇതിനൊക്കെ അനുസരിച്ചാണ് ഓരോരുത്തർക്കുള്ള ജോലി കൊടുക്കുന്നത്, നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇങ്ങനെ വൈജയന്തിനോട് ബാലേന്ദ്രൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് വൈജയന്തിക്കാണെങ്കിലും എന്താ പറയാൻ വന്നതെന്ന് അറിയണമല്ലോ അലീനയോട്. അപ്പോൾ എന്തായാലും ഞാൻ അവളെ വിളിക്കാം, അവളോട് എന്താ പറയുന്നതെന്ന് എനിക്കും കൂടെ ഒന്ന് അറിയണമെന്ന് പറയുമ്പോൾ, നീ വിളിക്കേണ്ട, ഞാൻ തന്നെ വിളിക്കാമെന്ന് പറയട്ടോ. എന്നിട്ട് കോളിംഗ് ബെല്ല് അമർത്തുകയാണ്. അപ്പോഴേക്കും അലീന കയറി വരുന്നുണ്ട്. അപ്പോൾ എന്താ സാറേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊരു കുക്കുംബർ സാലഡ് വേണമെന്ന് പറയട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് തരാമെന്നാണ് വൈജയന്തി പറയുന്നത്. അപ്പോൾ നീ എടുക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കി പോ വൈജയൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് അത് എടുത്ത് കൊടുത്തേ പറ്റുള്ളൂ, അപ്പോൾ ഞാൻ തന്നെ എടുത്തു കൊണ്ടുവരാം, എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് കാണണമല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ ആ കുക്കുംബർ സാലഡ് കൊണ്ടുവരുന്ന പ്ലേറ്റ് കൊണ്ട് നിൻ്റെ മുഖം അടിച്ച് പറുത്ത് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ പേര് അങ്ങ് ഞാൻ മാറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അലീനയാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അലീനയാണല്ലോ കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ അലീനയുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഷെറിൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തമിഴ്നാട്ടിലോ എവിടെയോ കൊണ്ടാണ് പ്രസവം
നടത്തിയെന്നൊക്കെ രേവതിക്കുട്ടി മാമച്ചായനോടും ഗ്രേസമ്മനോടും പറയുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോളും ആണെങ്കിൽ അലീനയോട് ഇപ്പോൾ ഒരു അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സങ്കടം മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അലീനയാണെങ്കിലും പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിലുള്ള കള്ളിയൊക്കെ എനിക്കറിയാം, മക്കളൊക്കെ അതൊന്നും അറിയാതെ ആട്ടം കാണുകയാണ്, പിന്നെ മുത്തശ്ശിക്കും അറിയാം കള്ളത്തരൊക്കെ എന്താണെന്നുള്ളതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അലീന അതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.